അപ്പോൾ മക്കളെ, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് ചാടിത്തുള്ളി കയറാനാണ് നിൽക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് കയറിയ ലാഘവത്തോടെയാണ് നിങ്ങൾ നിങ്ങളുടെ +1ലേക്കും കയറാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ തോക്കും. നിങ്ങളെ 100% ആയിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ തോറ്റിരിക്കും. 10ാം ക്ലാസ്സിലെ കളിയാണ് നിങ്ങൾ +1ലോ അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊരു മൈൻഡ് അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ അടിവരെ ഇട്ട് വെച്ചോ, നിങ്ങൾ എന്തായാലും തോറ്റിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല ഈ പറയുന്ന വീഡിയോ തുടക്കം തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് അടിപ്പിക്കുകയല്ല. കാരണം നിങ്ങളുടെ എക്സാം സമയത്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇൻസ്റ്റയിലും യൂട്യൂബിലും അതുപോലെ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയാസിലും വന്നൊരു കാര്യമാണ് ഹയർ സെക്കൻഡറീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു എന്നുള്ളത് അല്ലേ. നിങ്ങളുടെ ഒക്കെ സീനിയേഴ്സ് +1ൻ്റെയും +2ൻ്റെയും എസ്പെഷ്യലി +2ൻ്റെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയത് കരഞ്ഞിട്ടാണ്. പല പിള്ളേരും കരഞ്ഞിട്ടാണ് ഇറങ്ങിയത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ പഠിച്ചതെല്ലാം ആവിയായി പോയ അവസ്ഥയായിരുന്നു. കാരണം അത്രയും അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നത്, ഒരു ക്ലൂ പോലും കൊടുക്കാതെ. അപ്പം എന്ത് മനസ്സിലാക്കാം, ഇനിയും അങ്ങനെ തന്നെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അപ്പം അതുകൊണ്ടാണ് മിസ് തുടക്കത്തിലേ പറഞ്ഞത്, 10ാം ക്ലാസ്സിൽ കണ്ട അല്ലെങ്കിൽ കളിച്ചതുപോലെയാണ് +1ലും കളിക്കാമെന്നാണെങ്കിൽ തോക്കും. പക്ഷെ തോക്കാതിരിക്കാനും നിങ്ങളുടെ മുന്നിൽ ഒരു വഴിയുണ്ട്. എങ്ങനെയാണെന്നല്ലേ, സിമ്പിളാ. എന്താണ് നിങ്ങൾ +1ൽ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് +1ൽ എന്നെ അല്ലെങ്കിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ +1 ജേർണി, അല്ലെങ്കിൽ ഏത് വഴിക്കാണ്, എവിടെ നിന്ന് തുടങ്ങി എവിടെ ഞാൻ അവസാനിപ്പിക്കണം എന്നുള്ള കറക്റ്റായൊരു മാപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. അതും വെറുതെ ഉള്ളൊരു ജയമല്ല, ഫുൾ A+ അല്ലാതെ ഫുൾ മാർക്ക് വാങ്ങി നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി പറ്റും. ഇതെൻ്റെ ഉറപ്പാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ +1നെ നേരിടാൻ തയ്യാറാണോ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങി ജയിക്കാൻ വേണ്ടി പറ്റും. ഫുൾ A+ ഒക്കെ പോട്ടെ, ഫുൾ മാർക്ക് വാങ്ങി ജയിക്കാൻ പറ്റും. ഒരൊറ്റ കാര്യം നിങ്ങൾ അറിഞ്ഞാൽ മതി, നിങ്ങൾ എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ തുടങ്ങണം, എന്നിട്ട് ഏത് സമയത്ത് എപ്പോൾ അവസാനിക്കണം, നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും നിങ്ങളുടെ ഫൈനൽ പോയിന്റ് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ് വരെ നിങ്ങൾ എങ്ങനെയൊക്കെ പോകണം അല്ലേ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ജേർണീനെ ഒരു സോളോ ട്രിപ്പായിട്ട് എടുക്കാം അല്ലേ. നിങ്ങൾ സ്വയം നടന്ന് ചെല്ലണ്ട അല്ലെങ്കിൽ എത്തിച്ചേരേണ്ട ഒരു യാത്രയാണ് നിങ്ങളുടെ +1 എന്ന് പറയുന്നത്. ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, നിങ്ങൾ സ്വയം തന്നെ പോകണം. നിങ്ങളെ സോളോ ട്രിപ്പാണ്. അപ്പോൾ ആ പോകുന്ന ട്രിപ്പിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ചെക്ക് പോയിന്റ്സ് ഉണ്ട്, എവിടെയൊക്കെ നിങ്ങൾ സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾ ഒന്ന് സ്പീഡ് കുറച്ച്, അല്ലെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ എവിടെയൊക്കെ ആക്സിലേറ്റർ കൊടുക്കണം എന്നൊക്കെ കറക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് +1 പാസ്സാവും. അതും ഫുൾ A+ അല്ല, ഫുൾ മാർക്കോട് കൂടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് മിസ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒരു പ്ലാൻ വേണമെന്ന് മിസ് പറഞ്ഞല്ലേ, പക്ഷെ ആ പ്ലാന് ഞങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എക്സാമിൻ്റെ ഫാമിലി നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എന്നാൽ ആ കുട്ടികൾക്ക് ഈ പ്ലാൻ വർക്കൗട്ട് ആവുമെന്ന്. ഒരിക്കലും അല്ല. മിസ് ഇനി പറയാൻ വേണ്ടി പോകുന്ന പ്ലാന് ഒരിക്കലും ബാച്ചിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഈ വീഡിയോ കാണുന്ന +1ലേക്ക് അല്ലെങ്കിൽ +1 എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നടന്ന് ചെല്ലുന്ന ഏതൊരു കുട്ടിക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. ഒന്നെങ്കിൽ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾക്ക് സെൽഫായിട്ട് പ്ലാൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ മിസ് ഈ പറയാൻ പോകുന്ന ആ മാപ്പ് വെച്ച് തന്നെ നിങ്ങൾക്കും പഠിക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് അല്ലേ, സെറ്റ് അല്ലേ? എൻ്റെ കൂടെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന പ്ലാൻ കേൾക്കാൻ റെഡി ആണല്ലോ അല്ലേ? അപ്പോൾ ഈ പ്ലാൻ പറയുന്നതിന് മുൻപായിട്ട് മിസ് ഒരു കാര്യം പറയണം. നമ്മുടെ ബാച്ച് അല്ലേ, നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓപ്പൺ ആവുന്നത് എപ്പോഴാണ്? മെയ് 15-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ മെയ് 15-ാം തീയതിയാണ് നമ്മുടെ ഈ പ്ലാൻ അല്ലേ, ഈ ഒരു റോഡ് മാപ്പും തുടങ്ങുന്നത് അല്ലേ. നമ്മുടെ +1 ജേർണി തുടങ്ങുന്നതും മെയ് 15-ാം തീയതി മുതലാണ്. ഓക്കെ, മെയ് 15-ാം തീയതി തുടങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യത്തെ ചെക്ക് പോയിന്റ് ആയിട്ടുള്ള ഓണം എക്സാമിനേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. ആദ്യത്തെ ചെക്ക് പോയിന്റ് ആയിട്ടുള്ള ഓണം എക്സാം അല്ലേ. നമുക്ക് ഓണം എക്സാം എപ്പോഴൊക്കെയാണ് ഉണ്ടാവുക? ഓഗസ്റ്റ്
ഓഗസ്റ്റിൽ 18-29 ഡേറ്റ്സിലാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പടി മുൻപേ നമ്മൾ സിലബസ് എന്താവും +1 കവർ ചെയ്തിരിക്കും. ജൂലൈ 10 നമ്മൾ കവർ ചെയ്യും. ജൂലൈ 10 കവർ ചെയ്തിട്ട് ഒരു മാസം അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തുണ്ട്, സമയമുണ്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ റിവിഷന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഒന്നെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് മാരത്തോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി സിലബസ് കവർ ചെയ്ത് മാരത്തോൺ കാണുന്ന ഒരു കുട്ടിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എന്താ, നിങ്ങളായിരിക്കും ആ മാരത്തോൺ കാണുന്നതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് കിട്ടാൻ പോകുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഒരു മാസം നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് നടത്തി ഓണം എക്സാമിന് കൂളായി പോയി എഴുതും, കൂളായിട്ട് ഓണം എക്സാം എഴുതും. എന്നിട്ട് പിന്നെ നമ്മുടെ രണ്ടാമത്തെ ചെക്ക് പോയിന്റ് ആയിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് എക്സാമിനേക്ക് വേണ്ടിയിട്ടാവും നമ്മുടെ അടുത്ത പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതും ഒരു മാസം മുൻപ് തന്നെ നമ്മുടെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മാസം നിങ്ങളുടേതായ സ്റ്റൈലിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും മാരത്തോൺസ് കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അതൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും ദിവസം മുൻപേ, അല്ലെങ്കിൽ ദിവസങ്ങൾ മുൻപ് തന്നെ പോർഷൻസ് കവർ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിനെ പേടിക്കാതെ നിങ്ങൾക്ക് പോയി എഴുതിക്കൂടെ. ഇനി എത്ര അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും എന്താ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയമുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് എക്സാം ആയിട്ടുള്ള നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് അല്ലേ. അപ്പോൾ അതിന് 2 മാസം മുൻപ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവറപ്പ് ചെയ്യും അല്ലേ. 2 മാസം മുൻപ് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ എന്തിനത്ര സ്പീഡിൽ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും അല്ലേ. ഇനിയാണ് നമ്മൾ ഇത്രയും സ്പീഡിൽ വന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി കുറച്ച് സ്ലോ ആയിട്ട് നമ്മൾ എന്താവും, റിവിഷന് വേണ്ടി കൊടുക്കും അല്ലേ. 2 മാസം വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. കാരണം നിങ്ങൾ വിചാരിക്കും, നിങ്ങളുടെ 9ാം ക്ലാസ്സിൻ്റെ എക്സാം നിങ്ങൾ എഴുതുന്നു, അതിൻ്റെ മാർക്ക് അവിടെ കഴിഞ്ഞു. 10ാം ക്ലാസ്സിൻ്റെ എക്സാം എഴുതുന്നു, 10ാം ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണോ എഴുതിയത് അത് തന്നെയാണ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ വരാൻ വേണ്ടി പോകുന്നത്. പക്ഷെ +1 അങ്ങനെയല്ല മക്കളെ. നിങ്ങളുടെ +1 മാർക്ക് എന്താവുന്നുണ്ട്, +2 മാർക്കിനെ ബാധിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ +2 മാർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാ അറിയോ, നിങ്ങളുടെ +1 മാർക്കും +2 മാർക്കും കൂടെ കൂട്ടി കിട്ടുന്ന ടോട്ടലാണ് നിങ്ങൾക്ക് +2 സർട്ടിഫിക്കറ്റിൽ വരാൻ വേണ്ടി പോകുന്നത്. ആ മാർക്കാണ് നിങ്ങളുടെ ഫൈനൽ മാർക്ക്. അപ്പോൾ +1 നിങ്ങൾ ഉഴപ്പിയ അത് നിങ്ങൾ ഇനി +2 എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും കാര്യമില്ല, പൊന്താൻ കുറച്ച് പ്രയാസമാണ്. അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് മാർക്ക് ഉയർത്താൻ പറ്റില്ല. രണ്ടും തമ്മിൽ കണക്റ്റഡാണ്. ഒന്ന് താന്നാൽ മറ്റേത് നിങ്ങൾ പൊന്തിക്കണമെങ്കിൽ ഇച്ചിരി ഒന്നല്ല, നല്ല കഷ്ടപ്പെട്ട് വെള്ളം കുടിക്കണം. അല്ല അത്രയും നന്നായി പണിയെടുത്താലും വലിയ മാർക്കൊന്നും കൂട്ടാൻ വേണ്ടി പറ്റൂല. അപ്പോൾ +1ഉം +2ഉം നന്നായി തന്നെ എഴുതിയാലേ നിങ്ങളെ ടോട്ടൽ മാർക്കായിട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരുന്ന മാർക്കിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മൈൻഡിൽ വെക്കുക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, +1ലും നന്നായി പണിയെടുക്കണം. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ടഫ് എന്ന് പറഞ്ഞാൽ നല്ല ടഫായിട്ടാണ്. പിന്നെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചാൽ മതി, കരഞ്ഞു പോയിട്ടുണ്ട് കുട്ടികൾ. ഞങ്ങൾക്ക് തന്നെ വിഷമം വന്നിട്ടുണ്ട്. കാരണം പല കുട്ടികളുടെ പേഴ്സണൽ മെസ്സേജ് കണ്ടിട്ട്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ 6 മാർക്കിനും 6-8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ 2 മാർക്കിനും ചോദിച്ചിട്ടേ കരഞ്ഞു പോയിട്ടുണ്ട് പിള്ളേർ. ഇതുവരെ പഠിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്ന ഉറപ്പുള്ള ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യനേ വന്നിട്ടില്ല. അപ്പോൾ എന്താണ്, അത്രയും അഡ്വാൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് പണിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് 2 മാസത്തെ ഗ്യാപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഇടയിൽ മോഡൽ എക്സാം വരുന്നുണ്ട് ഫെബ്രുവരിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ഫുൾ ചാപ്റ്റർ റിവിഷൻ വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് മുൻപായിട്ട് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് വരുന്നുണ്ട്. ഇനി അതല്ലാതെ നിങ്ങൾക്ക് വേറെ രീതിയിൽ നിങ്ങളുടെ ഈ റിവിഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്നല്ലേ, അതിനുള്ള സാധനമുണ്ട്, മറ്റൊന്നുമല്ല. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ്. PYQ വീഡിയോസ്, ചാപ്റ്റർ വൈസ് എക്സാംസ്, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ്, മോഡൽ എക്സാംസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ അല്ലേ, നമ്മുടെ ബാച്ചിൻ്റെ അകത്ത് അവൈലബിൾ അല്ലേ. അപ്പോൾ ഈ ഒരു റിവിഷൻ സമയത്ത് നിങ്ങൾ തിയറിയേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്തിനാണ്, പ്രോബ്ലം സോൾവിങ്ങിലാണ് അല്ലേ. നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും, എങ്ങനെയാണ് നിങ്ങൾ സെൽഫായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് എക്സാംസ് നടത്തുക, അല്ലെങ്കിൽ PYQ എങ്ങനെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ നിങ്ങൾ ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, ടെക്സ്റ്റ് ബുക്ക് തന്നെ വെച്ച് പഠിച്ചു പോകും, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന നോട്ട്സ് തന്നെ വെച്ച് പഠിച്ചു പോകും അല്ലേ. അപ്പോൾ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ബാക്കപ്പ് സപ്പോർട്ടായിട്ട് ഇതുപോലെയുള്ള ബാച്ചസ് ഉണ്ടെങ്കിൽ എന്താണ്,
നിങ്ങൾക്ക് അതിന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പണി കുറച്ചുകൂടെ ഈസി ആവാണ് ചെയ്യുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ +1 ഒരു വേറെ അല്ലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ വേറൊരു പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് വരെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇനി +1 എത്തുമ്പോൾ നിങ്ങൾ നോട്ട്സുകളെ ആയിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇതിപ്പോൾ 10ന്നൊക്കെ സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, എന്ത് സബ്ജക്ട്സും ആയിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും കൂടുതൽ റിവൈസ് ചെയ്യുക. പക്ഷെ +1 ആ ഒരു പാറ്റേൺ ആയിരിക്കില്ല. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സുകൾ എന്താണോ അത് വെച്ചാണ് നിങ്ങൾ അധികവും പഠിക്കുക. ഗൈഡുകളൊക്കെ ആയിരിക്കും അധികം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനേക്കാൾ കൂടുതൽ. ഇപ്പോൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ഗൈഡൊക്കെ വെച്ചായിരിക്കും അധികം പഠിപ്പിക്കുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനേക്കാളും. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഗൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങളുടെ പഠിത്തം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഒന്നാമത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികളെല്ലാവരും ഫോൺ യൂസ് ചെയ്താണ് പഠിക്കണം അല്ലേ. ഒരുപാട് തവണ ഫോണിനെ വെച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽത്ത് വൈസും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏറ്റവും നല്ല ഗൈഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് അല്ലാതെ എക്സ്ട്രാ PYQs കാര്യങ്ങളൊക്കെ ഉള്ള നോട്ട്സും സിംപ്ലിഫൈഡ് നോട്ട്സൊക്കെ ഉള്ള നിങ്ങളുടെ കയ്യിൽ ഗൈഡുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതുപോലുള്ള റിവിഷൻസിന് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതും കൂടെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രാഫ് ഉയരുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ പഠന മികവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ എക്സാംസ് അല്ലേ, നിങ്ങളുടെ ഫൈനൽ എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി എത്ര ടഫായിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടാലും, കാരണം ഏത് ലെവലിൽ നിന്ന് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന അത്രയും എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും, സൊല്യൂഷൻസ് വെച്ച് പഠിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പറഞ്ഞ മോഡൽ എക്സാംസ് ആപ്പിലും അല്ലാതെ നമ്മുടെ മാരത്തോൺസ് ഒക്കെ കണ്ട് നിങ്ങൾ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലേ. അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത് ഈ 2 മാസം മുൻപ്, അല്ലെങ്കിൽ 2 മാസത്തെ ഗ്യാപ്പിൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു റോഡ് മാപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ വെച്ചാണ് നിങ്ങൾ +1 കയറുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങിച്ചൂടെ? ഇത് മിസ്സിൻ്റെ ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു കാര്യം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് എന്താണെങ്കിലും ഫുൾ A+നേക്കാൾ ഉപരി ഫുൾ മാർക്ക് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒറ്റൊരു കാര്യം കൂടെ മിസ്സ് പറയാം, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനൊരു മാപ്പ് അല്ലെങ്കിൽ ഇതുപോലൊരു പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത്. ഇപ്പം നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രണ്ടും ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കും. 2 പേർക്ക് ഒരേ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. പക്ഷെ 2 പേർക്കും എന്തില്ല, എങ്ങനെയാണ് പോകേണ്ട സ്ഥലം എന്ന് അറിയില്ല എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് എന്ത് ചെയ്യുന്നു, ഓൾറെഡി പ്ലാൻ ചെയ്യുന്നു. അവിടേക്ക് പോവേണ്ട വഴി, ഏറ്റവും എളുപ്പ വഴികളും കാര്യങ്ങളും എല്ലാം തിരഞ്ഞെടുത്ത് എപ്പോൾ തുടങ്ങി എത്ര മണിക്ക് എത്തുന്നുള്ള കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ആയിട്ട് പോകുന്നു എന്ന് വിചാരിക്കും. നിങ്ങളാണെങ്കിൽ ഒരു പ്ലാനും വെക്കാണ്ട് ആ ട്രിപ്പിൻ്റെ അന്ന് രാവിലെ കുളിച്ച് മാറ്റി ആ ബൈക്ക് എടുത്ത് പോകാമെന്ന് വിചാരിക്കും. ആരായിരിക്കും ഏറ്റവും പെട്ടെന്ന് എത്തുക, ഈസി ആയിട്ട് എത്തുക? നിങ്ങളുടെ ഫ്രണ്ടായിരിക്കും. കാരണം നിങ്ങൾ വഴി ചോദിച്ച് പോകണം. അല്ലെങ്കിൽ ഒരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് ഈസി ആയിട്ടുള്ള വഴി ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞോളണമെന്നില്ല. ചോദിച്ച് പോകുന്നതിനെ കൊണ്ടല്ലേ തട്ടിയും തടഞ്ഞും പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എത്തുന്നതിനേക്കാളും മുന്നേ നിങ്ങളുടെ ഫ്രണ്ടിന് എത്താൻ വേണ്ടി പറ്റും. അപ്പം നമ്മളെപ്പോഴും എന്തായിരിക്കണം, ഇതുപോലെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലൈഫിൽ എന്തിലും വിജയം അല്ലെങ്കിൽ സക്സസ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാന് വെച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണല്ലോ അല്ലേ? അപ്പോൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം, മിസ് ഞങ്ങൾ സെറ്റാണ്, ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുന്നുള്ളത്, നിങ്ങൾ എത്രത്തോളം വാശിയോടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കാണിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ജ്വാല ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ 4,999 ആണ് നമ്മുടെ ഫീ വരുന്നത്. ബുക്ക് ഫ്രീ ആയിരിക്കില്ല കേട്ടോ. നമ്മളെ ബുക്ക് സെറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, നമുക്കിവിടെ ബുക്ക് സെറ്റും കൂടെ ഉണ്ട്. ഓക്കെ, ആ ബുക്ക് സെറ്റ് എന്ന് പറയുന്നത് എന്താ, ബുക്ക് സെറ്റിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതാ നേരത്തെ ഗൈഡാണ്, സംഭവം ഗൈഡാണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പഠന സഹായിയാണ് അല്ലേ. ചാപ്റ്റർ വൈസ് സിംപ്ലിഫൈഡ് നോട്ട്സ് ഉണ്ടാവും, പിന്നെന്താ കൺസെപ്റ്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും പിന്നെ ന്യൂ പാറ്റേൺ എക്സാം ഓറിയൻ്റൊക്കെ ആയിട്ടുള്ള നമ്മുടെ ബുക്ക് സെറ്റാണ്. അത് ഈ 4,999 കൂടെ അവൈലബിൾ ആയിരിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പിന് വേണ്ടി സപ്പോർട്ടായിട്ട് ബുക്സ് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. 1,210 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഓഫർ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്സ് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മാത്രമായിട്ട് നിങ്ങൾക്ക് 4,999 അല്ലേ, 4,999 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക, മെയ് 15-ാം തീയതി വരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഒരുമിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സിൻ്റെ ആദ്യ പാഠങ്ങൾ നല്ല സൂപ്പറായിട്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞങ്ങളെ കംപ്ലീറ്റ് എക്സാമിൻ്റെ ഫാമിലിൻ്റെ കൊമേഴ്സ് ടീം ഇവിടെ സെറ്റായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മെയ് 15-ാം തീയതി മറക്കണ്ട, നമുക്ക് അടിപൊളിയായി തന്നെ ആരംഭിക്കാം. ഓക്കെ.